Good afternoon. Good afternoon. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ? നന്നായിട്ട് ആഘോഷിച്ചോ എല്ലാവരും? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? നല്ലായിരുന്നോ? ഇവിടെ നിങ്ങൾക്ക് യാതൊരു റെസ്പോൺസും ഇല്ല. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. കുട്ടികൾ കുറവാണല്ലോ ക്ലാസ്സിൽ, എന്ത് പറ്റി? നമുക്ക് നോക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തി? നമ്മുടെ കാർഡിയാക് ടേബിൾ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? കാർഡിയാക് ടേബിൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് കേട്ടോ 23ാമത്തെ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് EMG എന്ന് പറയുന്നത് കേട്ടോ. EMG നമ്മള് ECG പഠിച്ചിട്ടുണ്ട് അല്ലെ? ECG എന്താണ്? ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് അല്ലെ? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ ECG നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ് ചാപ്റ്റർ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ECG എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് അല്ലെ? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ECG എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു EEG പഠിച്ചിരുന്നു അല്ലെ? ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നു. അതെന്താണ്? അത് ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ മെഷർ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. അതുപോലെ തന്നെ വേറൊരിതാണ് EMG എന്ന് പറയുന്നത്. എന്താണ് EMG എന്ന് പറയുമ്പോ? ഇലക്ട്രോ മയോഗ്രഫി കേട്ടോ. ഇലക്ട്രോ മയോഗ്രഫി. മയോ എന്നൊക്കെ പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? മസിൽസുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. മസിലുകൾ കേട്ടോ, നമ്മുടെ പേശികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് തന്നെ മസിൽസിന്റെ കേട്ടോ. നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് ധാരാളം പേശികളുണ്ട് അല്ലെ? മസിൽസുകളുണ്ട്. ഈ മസിലുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? നാഡികളാണ് അല്ലെ? നെർവുകളാണ്. അപ്പൊ ഇത്തരം നാഡീ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്താനായിട്ട് ഉപയോഗിക്കുന്ന നാഡീ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആരെ നിയന്ത്രിക്കുന്നതാണ്? പേശികളുടെ പ്രവർത്തനം. പ്രധാനമായിട്ടും നമ്മൾ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ് കേട്ടോ. മസിൽസിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. ഈ പേശികളെ നിയന്ത്രിക്കുന്ന നാഡികളാണ്. ആ നാഡികളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു ഡയഗ്നോസ്റ്റിക്, ഒരു ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? EMG, ഇലക്ട്രോ മയോഗ്രഫി. ഓക്കെ, നമുക്ക് വായിക്കാം. Electromyography muscle response or electrical function in response to a nervous stimulation of the muscle. അല്ലെ? എന്താണ് നമ്മളവിടെ എന്താണ് അളക്കുന്നത്? ഇലക്ട്രിക്കൽ ഫങ്ഷൻ ഓഫ് ദ മസിൽസ് ആണ് നമ്മൾ അവിടെ മെഷർ ചെയ്യുന്നത്. The test is used to help find the neuromuscular deformity in the course of the test. അപ്പൊ ഈ ടെസ്റ്റിലൂടെ നമുക്ക് എന്താണ്? ന്യൂറോമസ്കുലർ ഡിഫോർമാലിറ്റീസ്, ഈ ന്യൂറോമസ്കുലർ വൈകല്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പരിശോധനയിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, ന്യൂറോമസ്കുലർ ആക്ടിവിറ്റികളൊക്കെ നമുക്ക് ആ രീതിയിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ, നോർമാലിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈ ഒരു പരിശോധന കൊണ്ട് സാധിക്കുന്നത് കേട്ടോ. One or more small needles, also called electrodes, are connected through the skin into the muscles. അപ്പൊ നോക്കൂ, നമ്മുടെ ഇതിൽ സാധാരണ നീഡിൽ ഇലക്ട്രോഡുകളാണ് ഉപയോഗിക്കുക. ഇലക്ട്രോഡുകൾ തന്നെ സർഫസ് ഇലക്ട്രോഡുകൾ ഉണ്ട്, നീഡിൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. സർഫസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ ഒരു സർഫസ് ഉണ്ടാവും, അതിന് കുറച്ചൊരു പരന്നിരിക്കുന്ന ഒരു സർഫസ് ഉണ്ടാവും. ഇവിടെ നീഡിൽ ഇലക്ട്രോഡ്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം നീഡിൽ ഇലക്ട്രോഡ്സുകൾ നമ്മൾ എന്താണ്? സ്കിന്നിലേക്ക്, അതായത് നമ്മുടെ മസിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്കിന്നിനോട് കണക്ട് ചെയ്തുകൊണ്ടാണ്, നീഡിൽ ഇലക്ട്രോഡുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇലക്ട്രോമയോഗ്രഫി എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് മസിൽസ് അല്ലെ? അത് കണ്ടുപിടിക്കാനായിട്ട്, അത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ എക്യുപ്മെന്റ് ആണ് EMG എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് ന്യൂറോമസ്കുലർ വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ മസിലുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മസിലുകളോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്കിന്നിലോട്ട് നീഡിൽ ഇലക്ട്രോഡ്സുകൾ കണക്ട് ചെയ്തുകൊണ്ടാണ്
ഓക്കെ. ആർക്കാണ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മെസ്സേജ് കണ്ടപ്പോഴേക്കും ആദ്യം പോയി. ആർക്കാണ് ചെയ്തേക്കുന്ന പേരൊന്ന് പറയോ? പെട്ടെന്ന് പോയി മെസ്സേജ്. അതാണ് കേട്ടോ IMG എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. സീജ അല്ലെ, സീജയ്ക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. ഓക്കെ. അടുത്തതാണ് എയർവേ കേട്ടോ. എയർവേ എന്താന്ന് നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് കേട്ടോ. രണ്ട് പേരുണ്ട്, എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്നതിന് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് ഇത്? സ്റ്റെതസ്കോപ്പ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ നോക്കൂ, എയർവേ എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. അതായത് കത്തീഡ്രൽ പോലെ ഇരിക്കുന്ന ട്യൂബ്സുകളും വാൽവുകളും കണക്ടറുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എയർവേ എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. ഇറ്റ് ഈസ് എ മെഡിക്കൽ ഡിവൈസ് കൊണ്ട് എയർവേ ഓർ അഡ്ജന്റ് എന്നാണ് പറയാ കേട്ടോ. എയർവേ എന്നും പറയുന്നുണ്ട്, അഡ്ജന്റ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് നോക്കുക, എന്തിനാ ഇത് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ. അതായത് ഒരു രോഗിയുടെ ശ്വാസനാളം അല്ലെ, അവരുടെ എയർവേ ഓപ്പൺ ആക്കാനായിട്ട്, അവരുടെ ആ ഒരു ശ്വാസനാളം തുറക്കുന്നതിനും അത് എന്താ പറയുക സസ്റ്റെയിൻ പരിപാലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് എയർവേ അഥവാ അഡ്ജന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് അത് സഹായിക്കുന്നത്? ഏത് രീതിയിലാണ് അങ്ങനെ നമ്മൾ അതിനെ തുറന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? It does this by preventing the tank from wrapping the epiglottis, which could prevent the person from breathing. അതായത് എപ്പിഗ്ലോട്ടിസ്, എന്താണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞ നമ്മുടെ ശ്വാസനാളം ഉണ്ടല്ലോ, ആ ശ്വാസനാളത്തിന്റെ പ്രവേശന ഭാഗത്ത്, എൻട്രൻസ് ഭാഗത്ത് ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ശ്വാസനാളം തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന്റെ ആ എൻട്രൻസ് ഭാഗത്ത് ഉള്ള ഒരു ഫ്ലാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇലയുടെ ഒക്കെ ഷേപ്പിലുള്ള ഒരു ഷീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം, ഒരു കാർട്ടിലേജ്, ഒരു തരണാസ്ഥി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ലീഫിന്റെ ഷേപ്പിലാണ് അതിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആഹാരം, അങ്ങനെയുള്ള ദ്രാവകങ്ങളൊക്കെ ശ്വാസനാളത്തിലോട്ട് പോകാതെ തടയുക എന്നുള്ളതാണ് എപ്പിഗ്ലോട്ടിസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. കാര്യം നമ്മുടെ ശ്വാസനാളവും അന്നനാളവും അല്ലെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഈസോഫാഗസ്, അന്നനാളം, ഇതൊക്കെ ഏകദേശം എന്താണ് ഒരേ ഭാഗത്തു നിന്നാണ് പോകുന്നത്, ഒരേ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങോട്ട് പോകാൻ പാടില്ല? ശ്വാസനാളത്തിലോട്ട് പോകാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അതിന് ശ്വാസനാളത്തിലോട്ട് പോവാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരു എന്താ പറയുക സംവിധാനം അല്ലെങ്കിൽ ഒരു ഞങ്ങൾ പറയുന്ന പുറത്തൊരു ഫ്ലാറ്റ് ലൈക്ക് സ്ട്രക്ചർ ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ശ്വാസനാളത്തിനെയും അന്നനാളത്തിനെയും പരസ്പരം വേർതിരിക്കുകയും ശ്വാസനാളത്തിലോട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കടന്നു പോകാതെ തടയുകയും ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എപ്പിഗ്ലോട്ടിസിനെ ചിലപ്പോ നാവ് വന്ന് മൂടും. ഓക്കെ, നാവ് വന്ന് മൂടുന്നത് അത് തടയുന്നതിലൂടെയാണ് ഈ ഒരു എയർവേ നമ്മൾ ചെയ്യുന്നത്. അതായത് ചിലപ്പോ കൂടുതൽ എങ്ങനെ എപ്പോഴും സംഭവിക്കും, ഇപ്പൊ പേഷ്യന്റ് അൺകോൺഷ്യസ് ആകുമ്പോൾ, അതായത് അബോധാവസ്ഥയിലാണ് അല്ലെങ്കിൽ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന സന്ദർഭത്തില് ഈ നാവ് ചിലപ്പോൾ പിറകിലോട്ട് വീണിട്ട് ഈ എപ്പിഗ്ലോട്ടിസം വന്ന് മൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, എപ്പിഗ്ലോട്ടിസം വന്ന് മൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് ശരിക്കും, പ്രത്യേകിച്ച് അൺകോൺഷ്യസ് ആകുന്ന പേഷ്യൻസ്, അതുപോലെ മറ്റേ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിലൊക്കെ അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? എയർവേസ് ഇൻസേർട്ട് ചെയ്യും. ഈ പറയുന്ന എയർവേ അല്ലെങ്കിൽ അഡ്ജന്റ് എന്ന് പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് വെച്ചാൽ വേറെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. അതാണ് പറയുന്നത് ഇറ്റ് ഡസ് ദിസ് ബൈ പ്രിവെന്റിംഗ് ദ ടാങ്ക് ഫ്രം റാപ്പിംഗ് ദ എപ്പിഗ്ലോട്ടിസ് വിച്ച് കുഡ് പ്രിവെന്റ് ദ പേഴ്സൺ ഫ്രം ബ്രീത്തിങ്. എപ്പിഗ്ലോട്ടിസ് വന്ന് മൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അത് ബ്രീത്തിങ്ങിനെ, ശ്വാസത്തിന് പ്രിവെന്റ് ചെയ്യും. അപ്പൊ അതൊഴിവാക്കുന്നതിലൂടെ ആണ് ഈ എയർവേ എന്ന് പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് പ്രവർത്തിക്കുന്നത്. അതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഇത് ഇങ്ങനെയുള്ള എയർവേസ് ഘടിപ്പിക്കും. വേറെ ശ്വാസം മുട്ടലോ പ്രശ്നങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ്സ് എ മെഡിക്കൽ ഡിവൈസ് കോൾഡ് എയർവേ ഓർ അഡ്ജന്റ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്? ദിസ് യൂസ്ഡ് ടു സസ്റ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ കേട്ടോ. പേഷ്യൻസിന്റെ ശ്വാസനാളം തുറന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. കത്തീഡ്രൽ പോലെയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. അടുത്തതാണ് PFT. PFT എന്താണ്? പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് കേട്ടോ.
പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ചിലർക്കൊന്നിലൊക്കെ ചെയ്തിട്ടുണ്ടാവും PFT ടെസ്റ്റ് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിന്റെ അതിന്റെ അളക്കുന്നത് നമ്മുടെ ശ്വാസകോശം എത്രത്തോളം എന്താണ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്, ഒരു പരിശോധനയാണിത് PFT എന്ന് പറയുന്നത്. Pulmonary function test അഥവാ PFTs are a collection of tests that measure how ably your lungs work. നമ്മുടെ ശ്വാസകോശം എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നളക്കുന്നതിനുള്ള ഒരു കൂട്ടം പരിശോധനകൾ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ടെസ്റ്റ്. അതാണ് എന്ത് PFTs എന്ന് പറയുന്നത്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. This contains how well you are capable of breathing and how effective your lungs are able to bring oxygen to the rest of your body. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം നന്നായിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്രത്തോളം ഓക്സിജൻ ഫലപ്രദമായിട്ട് എന്താണ് എത്തിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അളക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന, ഒരു ടെസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് PFT എന്ന് പറയുന്നത്. നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ വരുന്ന സമയത്ത് ഡോക്ടർമാര് PFT ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയും. ഊതിയൊക്കെ നോക്കിയിരിക്കും നമ്മുടെ, അതിലൂടെ നമ്മുടെ ടൈറ്റൽ വോളിയം അതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ശ്വാസകോശത്തിന്റെ ഒരു കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് അതിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ അത് നോക്കാം കേട്ടോ. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആർ കളക്ഷൻ ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷർ ഹൗ ഏബിളി യുവർ ലങ്സ് വർക്ക്. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? അടുത്തതാണ് യൂറോഫ്ലോ മീറ്റർ കേട്ടോ. യൂറോഫ്ലോ മീറ്റർ എന്താണ്? യൂറോഫ്ലോ മീറ്റർ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ലെ, യൂറിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. എന്താണ് അവിടെ പറയുന്നത്? യൂറോഫ്ലോമെട്രി. അത് ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് കേട്ടോ. അതിന് ഉപയോഗിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റിന്റെ പേരാണ് യൂറോഫ്ലോമീറ്റർ എന്നാണ് എക്യുപ്മെന്റിന് പറയാ. ആ പ്രൊസീജിയറിന് നമ്മൾ യൂറോഫ്ലോമെട്രി എന്നാണ് പറയാ കേട്ടോ. യൂറോഫ്ലോമെട്രി ഈസ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് which is used to measure the flow of urine in the course of urination. അതായത് യൂറിനേഷൻ സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ തന്നെ ആ മൂത്രത്തിന്റെ ഒഴുക്ക്, യൂറിന്റെ ഒഴുക്ക് അത് മെഷർ ചെയ്യാനായിട്ട്, അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ആ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെ നമ്മൾ യൂറോഫ്ലോമെട്രി എന്നാണ് പറയുന്നത് കേട്ടോ. മൂത്രം ഒഴിക്കുന്ന സമയത്ത് തന്നെ ആ മൂത്രത്തിന്റെ ഒഴുക്ക്, ഫ്ലോ റേറ്റ്, ആ ഒഴുക്ക് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ് അത്. The speed of urine flow is calculated electronically and evaluated how well the urinary tract functions. അപ്പൊ ഇതിലൂടെ നമുക്ക് ആ യൂറിൻ ഫ്ലോയുടെ സ്പീഡ് അല്ലെ, ആ മൂത്രത്തിന്റെ ഒഴുക്ക്, അതിന്റെ ആ വേഗത നമുക്ക് ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റ് ചെയ്യാനും അതുവഴി മൂത്രനാളി എത്രത്തോളം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ളൊരു സംവിധാനം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്. ആ പ്രൊസീജിയറിനെ നമ്മൾ യൂറോഫ്ലോമെട്രി എന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഒന്നും പറയുന്നില്ലല്ലോ, ഇത് പറ്റി ഇതിനൊക്കെ ഒന്ന് സംസാരിക്കൂ. ഞാൻ ചോദിക്കുമ്പോ ഇങ്ങനെ ഒട്ടും റെസ്പോൺസീവ് അല്ലാണ്ടിരിക്കില്ലേ? ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയുന്നു കേട്ടോ. അടുത്തതാണ് എന്താണ്? ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് കേട്ടോ. യൂറോഫ്ലോ മീറ്റർ നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഓക്കെ, എന്തായിരിക്കും ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്? ബൈനോക്കുലർ ഒക്കെ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ബൈനോക്കുലർ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല് നോക്കാം. The base is the support mechanism. ചിത്രത്തിൽ നിങ്ങൾ കണ്ടോ? The base is the support mechanism. കണ്ടോ? ഇതാണ് ഈ ഒരു ബേസ് വരുന്നത് അല്ലെ. ഈ ഒരു ബേസ് ആണ് ഈ മുഴുവൻ മൈക്രോസ്കോപ്പിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അല്ലെ. ഒരു സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് ഈ ഒരു ബേസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് the base is the support mechanism. Binocular microscope is a microscope with a head that has 2 eyepiece lenses. അതാണ് അതിന്റെ പ്രത്യേകത. 2 ഐപീസ് ലെൻസുകൾ കണ്ടോ? 1, 2 അല്ലെ. സാധാരണ നിങ്ങൾ ലാബിലൊക്കെ, ചെറിയ ലാബിലൊക്കെ ഇരിക്കുന്ന മൈക്രോസ്കോപ്പ് നോക്കിയാൽ പറ്റില്ല. Okay.
അപ്പൊ നമുക്കറിയാം 2 ഐപീസ് ലെൻസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടോ, 2 ഐപീസ് ചെറിയ ലാബില് കുഞ്ഞു ലാബിലൊക്കെ ഉപയോഗിക്കുന്ന സ്കൂൾ ലാബിലൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ, മൈക്രോസ്കോപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ ഒറ്റ ഐപീസ് അല്ലേ ഉണ്ടായിരിക്കുള്ളൂ, ഒരു കണ്ണടച്ചു വെച്ച് വേണം നമ്മൾ നോക്കാനായിട്ട്. ഇവിടെ അതല്ല, ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ ബൈനോ 2 ഐപീസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ 2 ഐപീസ് ലെൻസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 ഐപീസ് ലെൻസുകളിലൂടെ ലെൻസ് എന്ന് വെച്ചാൽ ഒരേ സമയം നമുക്ക് 2 കണ്ണുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പെസിമെനെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ 2 ഐപീസ് ലെൻസുകളും ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സ്പെസിമെനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. മനസ്സിലായി? 2 ഐപീസ് ലെൻസുകൾ ഉണ്ട്, ഒരേ സമയം നമുക്ക് 2 കണ്ണുകൾ കൊണ്ടും ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ സ്പെസിമെനെ കാണുന്നത്. അപ്പൊ നമുക്ക് ആ സ്പെസിമെന്റെ ക്ലിയർ ആയിട്ടുള്ള വളരെ 3D ഫോമിലുള്ള ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ മൈക്രോസ്കോപ്പ് വിത്ത് എ ഹെഡ് ദാറ്റ് ഹാസ് 2 ഐപീസ് ലെൻസസ്. At present, binocular is generally used to refer to compound or high power microscopes. സാധാരണ നമ്മള് ബൈനോക്കുലർ എന്ന് പറയുമ്പോൾ അത് റെഫർ ചെയ്യുന്നത്, അത് പറയുന്നത് ശരിക്കും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിലധികം ലെൻസുകളൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളാണ് കേട്ടോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മള് ബൈ എന്ന് പറയുമ്പോൾ തന്നെ 2 എണ്ണം ഇല്ല, ഒന്നിലധികമായി ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകള്. അതുപോലെ ഹൈ പവർ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ഉയർന്ന വലുപ്പത്തിലൊക്കെ നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള മൈക്രോസ്കോപ്പ്, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ബൈനോക്കുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, the 2 eyepieces view through a single objective lens. അല്ലെ, 2 ഐപീസ് ലെൻസുകൾ നമ്മൾ എങ്ങനെ വ്യൂ ചെയ്യുന്നത്, ഒരൊറ്റ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ ആ സ്പെസിമെനെ ഒബ്സർവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഇതാണ് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. അടുത്തതാണ് സെൻട്രിഫ്യൂജ്. നെക്സ്റ്റ് എന്താണ് സെൻട്രിഫ്യൂജ്? സെൻട്രിഫ്യൂജ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. നമ്മള് ബ്ലഡ് ബാങ്ക് ഒക്കെ പറഞ്ഞപ്പോ ബ്ലഡ് ബാങ്കിനകത്തൊക്കെ ഈ ബ്ലഡിലെ കമ്പോണൻസുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്, സെൻട്രിഫ്യൂജ് ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് കേട്ടോ, ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. കാര്യം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. എ സെൻട്രിഫ്യൂജ് ഈസ് a laboratory instrument that is used to separate fluids, gas or liquid. അല്ലെ, ഈ പറയുന്ന ഫ്ലൂയിഡുകൾ, ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പൊ ബ്ലഡ് ഒക്കെ ആവാം, അതുപോലെ ഗ്യാസ്, വാതകങ്ങള്, ദ്രാവകങ്ങള്, അങ്ങനെയുള്ള എന്താ പറയാ സംഭവങ്ങളെല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് ഇത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ഡെൻസിറ്റി അല്ലെ, ഡെൻസിറ്റി എന്താണ്? സാന്ദ്രത അല്ലെ. നമുക്കറിയാം സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ എപ്പോഴും എന്താണ്, പൊന്തിക്കിടക്കും അല്ലെ, സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളോ താഴെ കിടക്കും, അങ്ങനെയാണല്ലോ. അപ്പൊ ഈ സാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫ്ലൂയിഡ്സുകള്, ലിക്വിഡ്സുകള്, ഗ്യാസുകള്, ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ എക്യുപ്മെന്റ്. സെപ്പറേഷൻ ഈസ് അറ്റൈൻഡ് by spinning a vessel that contains material at high speed. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ? ഈ പറയുന്ന മെറ്റീരിയൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ആ ഒരു വെസൽ ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വെസലിനെ നമ്മൾ നല്ല ഹൈ സ്പീഡിൽ കറക്കുകയാണ്, സ്പിൻ ചെയ്യാണ്. അങ്ങനെ സ്പിൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലുള്ള കമ്പോണൻസുകളെയൊക്കെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് സെപ്പറേഷൻ ഇസ് അറ്റൈൻഡ് ബൈ സ്പിന്നിങ് ദ വെസൽ ദാറ്റ് കണ്ടെയ്ൻസ് മെറ്റീരിയൽ അറ്റ് ഹൈ സ്പീഡ്. അപ്പൊ ആ വെസലിന്റെ അകത്ത് എന്തുണ്ടാവും, ഇപ്പൊ ഫ്ലൂയിഡ് ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവും, ഗ്യാസ് എന്ത് വേണമെങ്കിലും ആവാം. അത് നമ്മൾ ഉയർന്ന ഹൈ സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്, കറക്കുകയാണ്, സ്പിൻ ചെയ്യാണ്. സ്പിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്, ഇതിലെ കമ്പോണൻസുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, the centrifugal force propels heavier materials to the outside of the vessel. അപ്പൊ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപകേന്ദ്രബലം എന്നൊക്കെയാണ് നമ്മൾ പറയാം. അപകേന്ദ്രബലം അതായത് ഈ കറങ്ങുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, ഈ ഇങ്ങനെ അതൊരു വൃത്താകൃതിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു, അതാണ്. അപ്പൊ സ്പിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങാണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ വൃത്താകൃതിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന് എന്താ പറയാ,
പുഷ് ചെയ്യാനുള്ള, അതായത് തള്ളിക്കളയാനുള്ള, ആ കേന്ദ്രത്തിൽ നിന്ന് അതിനെ പുഷ് ചെയ്ത് വിടാനുള്ള ആ ഒരു ബലം ഉണ്ടല്ലോ, അതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപകേന്ദ്ര ബലം എന്നാണ് പറയുക. അപ്പൊ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രൊപ്പൽസ് ദ ഹെവിയർ മെറ്റീരിയൽസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ വെസൽ. അപ്പൊ എന്തുണ്ടാവും, അതിൽ ഏറ്റവും ഭാരമുള്ള വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസിന് അത് പുറത്തേക്ക് തള്ളിക്കളയാനായിട്ട് എന്ത് സഹായിക്കുന്നു, ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് സഹായിക്കും. കാര്യം ഇതിങ്ങനെ വട്ടത്തിൽ സ്പിൻ ചെയ്യാണ്, ഒരു പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങാണ്. അപ്പൊ കറങ്ങുന്ന സമയത്ത് എന്താണ്, അതിൽ ഭാരമുള്ള വസ്തുക്കൾ ഇങ്ങനെ തള്ളുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, സാന്ദ്രതയെ ബേസ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് അങ്ങനെയുള്ള മെറ്റീരിയൽസുകളെയൊക്കെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് ഇത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാനൊന്നും ഇല്ലല്ലോ. ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് എക്യുപ്മെന്റിലോട്ട് നമുക്ക് പോവാം. അടുത്തതാണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. എന്താണ് മിനി റോട്ടറി ഷേക്ക് കേട്ടോ. ഈ ചിത്രം നിങ്ങൾ നോക്കുക. എന്താണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറഞ്ഞാല്, ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയംസ് അല്ലെ. അതായത് നമ്മൾ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബുകളിൽ, ഗ്ലാസ് വെസൽസ് അല്ലെ, പല വോളിയത്തിലുള്ള ഗ്ലാസ് വെസൽസിലൊക്കെ ഫ്ലൂയിഡ് മാത്രമല്ല കേട്ടോ, ഫ്ലൂയിഡ് മാത്രമല്ല, ഇപ്പൊ ചെറിയ അളവിലുള്ള മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ ബയോളജിക്കൽ സ്പെസിമെനുകളായിരിക്കാം, പിന്നെ ഈ പറയുന്ന കെമിക്കൽസ് ആയിരിക്കാം, ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകളായിരിക്കാം. ഇവയൊക്കെ എന്ത് ചെയ്യാണ്, മിക്സ് ചെയ്യാനായിട്ട്, പരസ്പരം മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് തന്നെയാണത്. ഓക്കെ, ലബോറട്ടറി എക്യുപ്മെന്റ് തന്നെയാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇറ്റ് ഹെൽപ്സ് ടു മിക്സ് ഫ്ലൂയിഡ്സ് ഇൻ ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് ഗ്ലാസ് വെസൽസ് ഓഫ് ഡിഫറെന്റ് വോളിയംസ്. These shakers find applications in pathology, microbiology, chemistry, molecular biology. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ്. അപ്പൊ കൂടുതലും ഈ ഒരു എക്യുപ്മെന്റ് എവിടെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, പാത്തോളജി ലാബ് അല്ലെ. പാത്തോളജി ലാബ് നമ്മൾ ലബോറട്ടറി സർവീസ് പഠിച്ചതാണ്. അപ്പൊ പാത്തോളജി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഈ ടിഷ്യൂ സാമ്പിൾസുകളൊക്കെ മിക്സ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ മൈക്രോബയോളജി, മൈക്രോബയോളജി ലാബുകളൊക്കെ ആകുമ്പോൾ മൈക്രോ ഓർഗാനിസംസിനെ കൾട്ടിവേറ്റ് ചെയ്യാനും ആ ഒരു കൾച്ചർ അല്ലെ, ആ മൈക്രോ ഓർഗാനിസംസിന്റെ കൾച്ചർ മീഡിയ പരസ്പരം മിക്സ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കാം, ഈ ഒരു എക്യുപ്മെന്റ് അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി ലാബിൽ ഉപയോഗിക്കുന്നുണ്ട്. കെമിസ്ട്രി ലാബിലാകുമ്പോൾ അവിടെ കെമിക്കൽസ്, മറ്റ് റിയേജന്റുകൾ, സൊല്യൂഷൻസ് ഒക്കെ മിക്സ് ചെയ്യാൻ, ബ്ലെൻഡ് ചെയ്യാനും കെമിക്കൽ റിയാക്ഷൻസുകൾ കണ്ടക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു എക്യുപ്മെന്റ് പ്രയോജനപ്പെടുത്താം. അതുപോലെ മോളിക്കുലാർ ബയോളജി, അവിടെ നമ്മൾ DNA, RNA, പ്രോട്ടീൻ സാമ്പിൾസുകൾ അതൊക്കെ മിക്സ് ചെയ്യാൻ, അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്ന ആ ഒരു എക്യുപ്മെന്റ് അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ. ടെസ്റ്റ് ട്യൂബുകള്, വെസൽസിൽ ഇതിലുള്ള ഫ്ലൂയിഡ് മാത്രമല്ല കേട്ടോ, ബയോളജിക്കൽ സ്പെസിമെൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കെമിക്കൽസ് ആയിരിക്കാം, റിയേജൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ്, ഇവയെല്ലാം തന്നെ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഒരു ലബോറട്ടറി എക്യുപ്മെന്റ് ആണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ്, നെക്സ്റ്റ് വരുന്നതാണ് ട്രെഡ്മില്ല് കേട്ടോ. ട്രെഡ്മില്ല് എന്താണ് ട്രെഡ്മില്ല്? നമ്മൾ എല്ലാവർക്കും മിക്കപ്പോഴും അറിയാം അല്ലെ. ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്, വീട്ടിൽ ചിലപ്പോൾ ട്രെഡ്മില്ല് മേടിച്ചു വെച്ചിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഡോക്ടർമാർ എഴുതും അല്ലെ, അത് പ്രത്യേകിച്ച് ഹൃദയ പരിശോധനയുടെ ഭാഗമായിട്ട് TMT ടെസ്റ്റ് പറഞ്ഞ് എഴുതി തരും. TMT ടെസ്റ്റ് എന്താണത്? ട്രെഡ്മിൽ ടെസ്റ്റ് ആണ് കേട്ടോ. ട്രെഡ്മില്ലിൽ നമ്മൾ നടക്കണം. പക്ഷെ അത് ഇങ്ങനെ ആദ്യം ട്രെഡ്മില്ലിൽ കയറുമ്പോൾ അത് പതുക്കെ സ്ലോവിലായിരിക്കും, പിന്നെ അത് ഇങ്ങനെ പതുക്കെ സ്പീഡ് കൂട്ടി കൊണ്ടുവരും. അപ്പൊ നമ്മളിങ്ങനെ വേഗം നമുക്കൊരു സ്ട്രെസ് കൊടുക്കാണ്. ആ സ്ട്രെസ് നമ്മുടെ ഹൃദയത്തിന് എത്രത്തോളം താങ്ങാനായിട്ട് പറ്റുന്നുണ്ട് എന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയാ കാർഡിയോളജിക്കൽ പരിശോധനയാണ് ഇത് ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്, അഥവാ കാർഡിയാക്ക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. അപ്പൊ അതിന്റെ എക്യുപ്മെന്റ് ആണ് ട്രെഡ്മിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ കാർഡിയാക്ക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. അതിന്റെ മറ്റൊരു പേരാണ് കാർഡിയാക്ക് സ്ട്രെസ് ടെസ്റ്റ്. ഹോസ്പിറ്റലിൽ TMTക്ക് ഒക്കെ എഴുതി തരും. ട്രെഡ്മിൽ ടെസ്റ്റ് ആണ് കേട്ടോ. ആൾസോ നോൺ ആസ് കാർഡിയാക്ക് സ്ട്രെസ് ടെസ്റ്റ് കേട്ടോ. പഠിച്ചു വയ്ക്കുന്ന മറ്റു പേരുകള്. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ് ദാറ്റ് ഇവാലുവേറ്റ്സ് ദ ഹാർട്ട്സ് കപ്പാസിറ്റി to respond to external stress in a controlled clinical environment.
അതായത് ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു നിയന്ത്രിതമായിട്ടുള്ള ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഓക്കെ ഓക്കെ ആരതി TMT ടെസ്റ്റ് ഓക്കെ TMT ടെസ്റ്റ് എനിക്കും ചെയ്തിട്ടുണ്ട് TMT ടെസ്റ്റ് കേട്ടോ. അതുപോലെ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് TMT ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കുക ഹാർട്ട്സ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്ട്രെസ്സിനെ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്. പ്രശ്നം വേറെ ഒന്നുമല്ല. എന്റെ അച്ഛൻ മരിച്ചത് കാർഡിയക് അറസ്റ്റ് ആയിട്ടാണ് മരിച്ചത്. അത് കഴിഞ്ഞ് അച്ഛൻ മരിച്ചൊരു 9 months കഴിഞ്ഞപ്പോൾ ഇളയച്ചനും മരിച്ചു കാർഡിയക് തന്നെയായിട്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട്. എല്ലാവരും തീരുമാനിച്ചു, വീട്ടിലുള്ളവരെല്ലാവരും ഒരു ഹൃദയ പരിശോധനയൊക്കെ നടത്താം അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ടെസ്റ്റിനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ടെസ്റ്റ് ചെയ്ത ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. TMT ടെസ്റ്റ്, എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കും ഉണ്ടാവുമല്ലോ ജനറ്റിക്കലി അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ നോക്കുക ഹാർട്ട്സ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്ട്രെസ് ഇൻ എ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്. ഒരു കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് കൊടുക്കുകയാണ്. ഇവിടെ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊടുക്കുകയാണ് അല്ലെ. നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കുന്നു പറഞ്ഞില്ല, ആദ്യ സ്പീഡ് കുറച്ചിട്ടായിരിക്കും പിന്നെ അതിന് കൂട്ടി കൊണ്ടുവരും. അപ്പൊ നമ്മൾ ആ വേഗത കൂടിയുണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. വാക്കിംഗ് കുറച്ച് കഴിയുമ്പോൾ അത് റണ്ണിങ് ഉള്ള ഒരു അവസ്ഥയിലോട്ട് പോകും. സ്പീഡ് കൂട്ടുമ്പോൾ നമ്മൾ അത്രയും നമുക്ക് സ്ട്രെസ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ്സിനോട് പ്രതികരിക്കാനുള്ള ഹൃദയത്തിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിനുള്ള ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ് ട്രെഡ്മിൽ ടെസ്റ്റ് കേട്ടോ, അഥവാ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, the stress response is persuaded by excite or by drug stimulation. അപ്പൊ നമുക്ക് ഈ സ്ട്രെസ് അല്ലെ, സ്ട്രെസ് റെസ്പോൺസ് എങ്ങനെയൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യാം? 2 തരത്തിൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട്. ഒന്ന് എക്സൈറ്റ് സ്റ്റിമുലേഷൻ. എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസൈസ് സ്റ്റിമുലേഷൻ ആണ്. അതായത് ഈ പറയുന്ന പോലെ നമ്മൾ ട്രെഡ്മില്ലിൽ നടക്കുന്നു അല്ലെങ്കിൽ ഓടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ പറയുന്ന സ്ട്രെസ് ഹോർമോണുകൾ, അതായത് ഇപ്പൊ ഈ അഡ്രിനാലിൻ അല്ലെങ്കിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളൊക്കെ അത് എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു റെസ്പോൺസ് നമുക്ക് അങ്ങനെ അത് മെഷർ ചെയ്യാൻ, അതിന് ട്രിഗർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതല്ലെങ്കിൽ ഡ്രഗ് സ്റ്റിമുലേഷൻ, മരുന്നുകൾ ഉപയോഗിച്ചുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുക. ചില മരുന്നുകൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഇതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കും. നാച്ചുറൽ ആയിട്ട് എക്സൈറ്റ് ഉണ്ടല്ലോ, എക്സസൈസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ട്രെസ് റെസ്പോൺസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. 2 രീതിയിൽ നമുക്ക് സ്റ്റിമുലേഷൻ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ ബൈ എക്സൈറ്റ് സ്റ്റിമുലേഷൻ വെച്ചാൽ എക്സസൈസ് സ്റ്റിമുലേഷനിലൂടെ, അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റിമുലേഷൻ മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമുക്കൊരു സ്ട്രെസ് ട്രിഗർ ചെയ്യാൻ പറ്റും ഇവിടെ. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ നമുക്ക് സ്ട്രെസ് റെസ്പോൺസിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ട്രെഡ്മിൽ ടെസ്റ്റ് എന്താണ്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ആണ് കേട്ടോ. വേറൊന്നുമല്ല, ഒരു എക്സ്റ്റേണൽ സ്ട്രെസ്സിനോട് പ്രതികരിക്കാനുള്ള, റെസ്പോണ്ട് ചെയ്യാനുള്ള ഹാർട്ടിന്റെ കപ്പാസിറ്റി അളക്കുന്ന ഒരു ടെസ്റ്റ് ആണത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അഥവാ ട്രെഡ്മിൽ ടെസ്റ്റ്, TMT ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് ഗ്ലൂക്കോമീറ്റർ കേട്ടോ. നെക്സ്റ്റ് ആണിത് ഗ്ലൂക്കോമീറ്റർ. എന്താണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ? പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെ അറിയുന്നതിന്, മെഷർ ചെയ്യുന്നതിനായിട്ട്, അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. എ ഗ്ലൂക്കോസ് മീറ്റർ, അത് തന്നെ ബ്ലഡ് ഷുഗർ, അതെ നമ്മുടെ ബ്ലഡിനകത്തുള്ള ഷുഗർ ലെവൽ അല്ലെ, ഗ്ലൂക്കോസ് ലെവല് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണത്. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ പറ്റും. എ ഗ്ലൂക്കോസ് മീറ്റർ ഇസ് എ മെഡിക്കൽ എക്യുപ്മെന്റ് which is used to determine the proper concentration of glucose in the blood. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അറിയാലോ നിങ്ങൾക്ക്, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണിത്. It can also be a piece of glucose paper immersed into a substance and measured to the glucose chart. അപ്പൊ നമ്മൾ ചിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ ഗ്ലൂക്കോസ്, ഇത് ഒരു ഗ്ലൂക്കോമീറ്റർ ആണ്. ഗ്ലൂക്കോമീറ്റർ നമുക്ക് ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം കേട്ടോ. രണ്ടും ശരിയാണ് കേട്ടോ. ഗ്ലൂക്കോമീറ്റർ എന്നും പറയാം, ഗ്ലൂക്കോസ് മീറ്റർ എന്നും പറയാം. അപ്പൊ ഈ ചിത്രം നോക്കുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോമീറ്ററിൽ എന്തുണ്ട്? ഒരു പേപ്പർ സ്ട്രിപ്പ് പോലെ നമുക്ക് കാണാം അല്ലെ. ഇതൊരു ഗ്ലൂക്കോസ് പേപ്പർ സ്ട്രിപ്പ് ആണ് കേട്ടോ.
ഒരു ഗ്ലൂക്കോസ് പേപ്പർ സ്ട്രിപ്പ് ആണ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ഗ്ലൂക്കോമീറ്റർ. അതായത് ഇതൊരു ഗ്ലൂക്കോസ് പേപ്പർ സ്ട്രിപ്പ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഒരു സ്ട്രിപ്പിനകത്ത് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ആ ഒരു എൻസൈമിൽ ഇമേഴ്സ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിപ്പ് ആണിത്. അപ്പൊ നമ്മൾ നമ്മുടെ ഫിംഗറിൽ ജസ്റ്റ് പ്രിക്ക് ചെയ്തിട്ട് ഒരു ബ്ലഡ് ഡ്രോപ്പ് എടുത്തിട്ട് ഈ ബ്ലഡ് ഡ്രോപ്പ് നമ്മൾ എന്താണ് ഈ സ്ട്രിപ്പിലോട്ട് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഈ ഒരു സ്ട്രിപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലൂക്കോസ് പേപ്പർ ആണ് അല്ലെ. ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അപ്പൊ ആ ഒരു എൻസൈം നമ്മുടെ നമ്മുടെ ബ്ലഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, അത് റിയാക്ട് ചെയ്യും, പരസ്പരം റിയാക്ട് ചെയ്തിട്ട് അവിടെ ഒരു കളർ ചേഞ്ച് ഫോം ചെയ്യും. ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ റിസൾട്ടിങ് കളർ ചേഞ്ചിന് നമ്മൾ ഗ്ലൂക്കോസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു നമ്മുടെ ബ്ലഡിനകത്തുള്ള ഗ്ലൂക്കോസിന്റെ ലെവല് കൃത്യമായിട്ട് ആ മോണിറ്ററിൽ തെളിഞ്ഞു വരും. ഓക്കെ, ഇതാണ് എന്ത് ഗ്ലൂക്കോമീറ്റർ. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി എ പീസ് ഓഫ് ഗ്ലൂക്കോസ് പേപ്പർ. സ്ട്രിപ്പ് ആണ് കേട്ടോ, ഗ്ലൂക്കോസ് പേപ്പർ ഇമേഴ്സ്ഡ് ഇൻ ടു എ സബ്സ്റ്റൻസ് ആൻഡ് മെഷേർഡ് ടു ദ ഗ്ലൂക്കോസ് ചാർട്ട്. ഇത് നമ്മൾ ഗ്ലൂക്കോസ് ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ആ ഒരു ബ്ലഡ് ഷുഗർ ലെവൽ നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ, അളക്കുന്നത്. ആ റീഡിങ് ഇവിടെ മോണിറ്ററിൽ തെളിഞ്ഞു വരും. ഓക്കെ, ഗ്ലൂക്കോമീറ്റർ കേട്ടോ. അടുത്തതാണ് നെക്സ്റ്റ് വണ്ണാണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇതാണ് ഇൻഫ്യൂഷൻ പമ്പ്. നമ്മൾ ഇതുപോലൊരു പമ്പ്, സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞിട്ട് ഇതേ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. സിറിഞ്ച് പമ്പ് ഓർമ്മയുണ്ടല്ലോ, അത് സിറിഞ്ചാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടെ ചെറിയ വോള്യത്തിലൊക്കെ നമുക്ക് ഫ്ലൂയിഡ്സിനെ എന്താണ് ഇൻഫ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് സിറിഞ്ച് പമ്പ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഒരു വലിയ അളവില്, കുറച്ചും കൂടെ ഒരു വലിയ അളവിലൊക്കെ ഫ്ലൂയിഡ്സ് ഇൻഫ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. നമുക്ക് വായിക്കാതെ an infusion pump injects the fluids, medication of nutrients into a patient's circulatory system. അതായത് നമ്മുടെ രോഗിയുടെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഫ്ലൂയിഡ്സുകള്, അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും മരുന്നുകളാവാം അല്ലെ, മെഡിക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോഷകങ്ങള്, അതൊക്കെ എന്താണ് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട്, കുത്തിവെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. അപ്പോ ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവെനസ്ലി. ഇപ്പൊ സാധാരണ അത് ഇൻഫ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻട്രാവെനസ്ലിയാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്. ഇൻട്രാവെനസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? IV, ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. അതെ, നേരിട്ട് നമ്മൾ വെയിനിലേക്കാണ് ഇൻഫ്യൂസ് ചെയ്യുന്നത്, കുത്തിവെക്കുന്നത്. അതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഇൻഫ്യൂഷൻ രീതി, അതാണ്. എന്നിരുന്നാലും അതോ subcutaneous, arterial and sometimes used for epidural infusion. അതുകൂടാതെ പലപ്പോഴും സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ ഉണ്ട്, ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ഉണ്ട്, എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാം. കോമൺലി നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻട്രാവെനസിലാണ്, നേരിട്ട് ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. നേരിട്ട് നമ്മൾ വെയിനിലോട്ട് കുത്താണ്, അപ്പൊ നേരിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അതല്ലാതെ സബ്ക്യൂട്ടേനിയസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെ എന്നറിയാം? മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. എന്താണത്? അണ്ടർ ദ സ്കിൻ ആണ് കേട്ടോ, സ്കിന്നിന്റെ താഴ്ഭാഗത്താണ് അണ്ടർ ദ സ്കിൻ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ മെഡിക്കേഷൻസ് ഇൻഫ്യൂഷൻ പമ്പ് നമുക്ക് അണ്ടർ ദ സ്കിന്നിലോട്ട്, അതായത് സബ്ക്യൂട്ടേനിയസ് എന്നാണ് നമുക്ക് അറിയാം, സ്കിന്നിന്റെ അടിയിലേക്ക് നമുക്ക് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത് സാധാരണ വളരെ പതുക്കെ അബ്സോർബ് ചെയ്യുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഇൻസുലിൻ ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. വളരെ സാവധാനത്തില് മരുന്നുകളൊക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്ന ആ രീതിയിലുള്ളതിനൊക്കെ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ആണ്. ആർട്ടീരിയൽ എന്ന് പറയുമ്പോൾ ആർട്ടറിയിലോട്ട്, നേരിട്ട് ധമനിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്, അവിടെ ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താണ്? സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. ഇത് ചില സന്ദർഭങ്ങളിൽ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആയിരിക്കും. എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിഡ്യൂറൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്പൈനൽ കോഡ് ഉണ്ടല്ലോ, സുഷുമ്ന നാഡി, അതിനെ സറൗണ്ട്, സ്പൈനൊക്കെ ഉണ്ടല്ലോ, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആ ഒരു സ്പൈനൽ കോഡ്, നമ്മുടെ സുഷുമ്ന, നട്ടലിന്റെ ആ ഭാഗമൊക്കെ ഉണ്ടല്ലോ, സ്പൈൻ, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണ് എപ്പിഡ്യൂറൽ സ്പേസ് എന്നാണ് പറയുക. ആ സ്പേസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫ്യൂഷൻ ചെയ്യാം എന്നാണ് പറയുന്നത്. അത് പ്രധാനമായിട്ട് നമ്മൾ ലേബർ സമയത്ത്, പ്രസവ സമയത്ത്, അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആയിരിക്കും പൊതുവെ അവിടെ ചെയ്യാം. ഇൻട്രാവെനസിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ സർജറിയുടെ സമയത്തൊക്കെ കൊടുക്കുന്നത് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ആയിരിക്കും. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പെയിൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പെയിൻ മാനേജ്മെന്റ്, വേദന കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പല രീതിയിൽ ഇൻഫ്യൂഷൻ നടത്താമെന്നാണ് പറയുന്നത്.
അപ്പൊ കോമൺലി ഇൻട്രാവെനസിലെയാണ് ചെയ്യുന്നത്. പക്ഷെ സബ്ക്യൂട്ടേനിയസ് ഇൻഫ്യൂഷൻ ഉണ്ട്, ആർട്ടീരിയൽ ഇൻഫ്യൂഷൻ ഉണ്ട്, എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ഒക്കെ നടത്താറുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് ഇൻഫ്യൂഷൻ പമ്പ് എന്താണെന്നുള്ളതാണ്. അതെന്താണ്? ഈ പറയുന്ന ഫ്ലൂയിഡ്സുകള്, മെഡിക്കേഷൻസുകള്, അല്ലെ, ഇത് ന്യൂട്രിയൻസ്, ഇതൊക്കെ നമ്മുടെ ഒരു രോഗിയുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് സിറിഞ്ച് പമ്പുമായിട്ട് ഇത് വരരുത് കേട്ടോ. സിറിഞ്ച് പമ്പിൽ ഒരു സിറിഞ്ചാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരു ഇൻഫ്യൂഷൻ സെറ്റിംഗ്സ് ഉണ്ട്, കുറച്ച് ട്യൂബുകളൊക്കെ ആയിട്ടുള്ള ഒരു ഇൻഫ്യൂഷൻ സെറ്റിംഗ് ഉണ്ട്. പിന്നെ മാത്രമല്ല സിറിഞ്ച് പമ്പിൽ ചെറിയ വോളിയത്തിലൊക്കെ എന്താ പറയാ കൊടുക്കാനായിട്ട്, വോളിയത്തിലൊക്കെ ഫ്ലൂയിഡ്സ് ഇൻഫ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ കുറച്ചും കൂടെ ലാർജർ വോളിയത്തിലൊക്കെ ഫ്ലൂയിഡ്സ് ഇൻഫ്യൂസ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അടുത്തത് എക്സ്റേ. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്റേ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എക്സ്റേ എല്ലാവർക്കും അറിയാം. എക്സ്റേ is a swift, pain-free procedure that is done to make images of the structures within the body, especially the bones. അല്ലെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള എന്താ പറയുക സ്ട്രക്ചേഴ്സ്, പ്രത്യേകിച്ച് ബോൺസ്, അല്ലെ, എല്ലുകളുടെയൊക്കെ ഇമേജുകൾ, അല്ലെ, ചിത്രങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന, വളരെ വേഗത്തിൽ കേട്ടോ, സ്വിഫ്റ്റ് ആയിട്ട് വളരെ വേഗത്തിലൊക്കെ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു എന്താ അതിന്റെ ഫാസ്റ്റ് ആയിട്ട്, സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസ്റ്റ് ആയിട്ട്, അല്ലെ, വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, അല്ലെ. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്, അതായത് നോൺ ഇൻവെസീവ് പ്രൊസീജിയർ ആണ്, അല്ലെ. വിത്തൗട്ട് ടിയറിംഗ് ഓർ നമ്മൾ പ്രത്യേകിച്ച് മുറിവുണ്ടാക്കുകയോ കീറോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ. ഒരു നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എക്സ്റേ എന്ന് പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ്, റേഡിയോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്തതാണ് CT സ്കാൻ. നെക്സ്റ്റ് വരുന്നതാണ് ഇത് CT സ്കാൻ കേട്ടോ. എന്താണ് CTയുടെ ഫുൾ ഫോം? എന്താണ് നിങ്ങൾ പറയാം? CTയുടെ ഫുൾ ഫോം എന്താണ്? നിങ്ങൾക്കറിയാം? എന്താണ് CTയുടെ ഫുൾ ഫോം? പറഞ്ഞേ, അറിയാം CTയുടെ ഫുൾ ഫോം എന്താണ്? അറിയില്ലേ? ആർക്കും അറിയില്ല CTയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത്? ഒന്ന് പറഞ്ഞേ, CTയുടെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടർ ടോമോഗ്രഫി. കമ്പ്യൂട്ടർ ടോമോഗ്രഫി കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. LTC ജാമോൾ, അതുപോലെ അരണയച്ചത് സുനിയാന്ന്, അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കുക. A computer tomography scan or a CT scan utilizes computer processed combinations of ഓക്കെ സുനി, കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ, സാരില്ല. നോക്കുക, scan utilizes computer processed combinations of many X-ray measurements taken from various angles to make cross-sectional images of particular areas of a scanned object, permitting the user to observe inside the object without tearing. നമ്മൾ പറഞ്ഞ പോലെ എക്സ്റേ പോലെ തന്നെ ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്. എന്താണ് ഇവിടെ ഉപയോഗിക്കുന്ന CT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആണ്, അല്ലെ. നമ്മുടെ ശരീരത്തിന്റെ വിശദമായിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഇമേജുകൾ, അല്ലെ, ക്രോസ് സെക്ഷണൽ ഇമേജുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേകളും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് CT സ്കാൻ, അല്ലെ. റേഡിയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്, അത് ഞാൻ അവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റേസ് തന്നെയാണ് കേട്ടോ. എക്സ്റേസും അതുപോലെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങളുടെയൊക്കെ ക്രോസ് സെക്ഷണൽ ഇമേജുകൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നോക്കൂ, പെർമിറ്റിംഗ് ദ യൂസർ ടു ഒബ്സർവ് ഇൻസൈഡ് ദ ഒബ്ജക്ട് വിത്തൗട്ട് ടിയറിംഗ്. ഇതുപോലെ തന്നെ ഒരു വിത്തൗട്ട് ടിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തൗട്ട് ഫിസിക്കലി ഓപ്പണിംഗ് ഓർ വിത്തൗട്ട് ഡാമേജിങ് ദ ബോഡി, അല്ലെ. പ്രത്യേകിച്ച് കീറാതെ മുറിക്കാതെ ഒരു പെയിൻ ഫ്രീ ആയിട്ടുള്ള നോൺ ഇൻവെസീവ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, അല്ലെ. അതിലൂടെ എന്താണ്? ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് അവർക്ക് നമ്മുടെ ആന്തരിക ഭാഗങ്ങളൊക്കെ വൃത്തിയായിട്ടും കൃത്യമായിട്ടും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് CT സ്കാൻ കേട്ടോ. നിങ്ങളത് ആദ്യത്തെ ഒന്ന് നിങ്ങൾ ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ, CT എന്താണെന്നുള്ളത്. അടുത്തത് എന്താണ്? MRI. അതും നിങ്ങൾ പഠിച്ചതാണ്, അല്ലെ. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. എല്ലാവർക്കും അത് കാണാൻ പാടായിരിക്കും. അതെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്.
മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ ആന്തരിക അവയവങ്ങളുടെ ഘടന, അതിന്റെ സ്ട്രക്ചറുകൾ, ഇതെല്ലാം തന്നെ എന്താണ് ഇമേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ശക്തിയേറിയിട്ടുള്ള എന്താ പറയാ മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലവും അതുപോലെ റേഡിയോ വേവ്സും ഒപ്പം നമ്മുടെ കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. ഇപ്പൊ നമ്മൾ CT നമ്മൾ എക്സ്റേസ് ആണ് യൂസ് ചെയ്തതെങ്കിൽ MRI നമ്മൾ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡും റേഡിയോ വേവ്സും ഒക്കെയാണ് നമ്മൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് വായിക്കാം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI മേക്സ് ഷുവർ ഓഫ് എ ലാർജ് മാഗ്നറ്റ് and radio waves to observe the organ structure inside the body. നമ്മുടെ ശരീരത്തിനകത്തുള്ള ആന്തരിക അവയവങ്ങളുടെയൊക്കെ വിശദമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനായിട്ട് ശക്തമായിട്ടുള്ള കാന്തിക മണ്ഡലങ്ങളും റേഡിയോ വേവ്സും ഒപ്പം കമ്പ്യൂട്ടറും സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ഇമേജിംഗ് ടെസ്റ്റ് ആണ് MRI എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മേക്സ് യൂസ് ഓഫ് MRI സ്കാൻസ് ടു ഡയഗ്നോസ് വാരിയസ് ഓഫ് കണ്ടീഷൻസ് ദാറ്റ് ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ MRI സ്കാനുകൾ എന്തൊക്കെ അവസ്ഥകൾ നിർണ്ണയിക്കാനായിട്ടാണ് സാധാരണ നമ്മൾ MRI സ്കാനുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്? ഒന്ന് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് നമ്മുടെ തലച്ചോറിനെ സുഷുമ്നാ നാഡീനെ ബാധിക്കുന്ന രോഗാവസ്ഥകള്, ബോൺസ് ആൻഡ് ജോയിന്റ്സ് എല്ലുകള് സന്ധികള് അവയ്ക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ട്, ബ്രസ്റ്റിന് വരുന്ന പ്രോബ്ലംസുകള്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് ഹൃദയം അതുപോലെ തന്നെ രക്തക്കുഴലുകൾ അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ, അതിന്റെ അത്തരം രോഗാവസ്ഥകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിന്റെയൊക്കെ രോഗമൊക്കെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ MRI സ്കാനുകൾ ഉപയോഗപ്പെടുത്താറുണ്ട്. ഓക്കെ ആണല്ലോ? MRI ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന് വായിച്ചേ, 2 മിനിറ്റ് ഒന്ന് വായിക്കാമോ? 2 മിനിറ്റ് ഒന്ന് വായിക്കേ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഇതുവരെ പറഞ്ഞ എക്യുപ്മെന്റ്സുകളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓരോ എക്യുപ്മെന്റ് പഠിക്കുമ്പോഴും ഓരോ എക്യുപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നു കേട്ടോ. ഓക്കെ, ഹോൾ ബോഡി MRI ഉണ്ട്, മുഴുവൻ ബോഡി MRI ഉണ്ട് അല്ലെ? ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. ഓട്ടോക്ലേവ്. നെക്സ്റ്റ് എന്താണ് ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ്സ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ്? ഒരു സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, നമുക്ക് വായിക്കാം. An autoclave is a mechanical device that uses high temperature, steam and pressure to destroy microorganisms such as bacteria, viruses, fungus and spores on items that are put inside its pressure vessel. അതായത് നമുക്കറിയാലോ, ഈ പറയുന്ന ഉയർന്ന താപനിലയിലുള്ള നീരാവി അതുപോലെ തന്നെ പ്രഷർ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിലേക്ക് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട്, നശിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു സ്റ്റീം സ്റ്റെറിലൈസർ ആണ് അല്ലെ? സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. Autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries. അത്രയും മതി കേട്ടോ. വീണ്ടും ഒരു ആസ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ ആസ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അവസാനത്തെ ആസ് സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ. എന്താണ് പറയുന്നത്? ഓട്ടോക്ലേവ്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഹെൽത്ത് കെയർ അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ലബോറട്ടറിക്കകത്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളിലൊക്കെ സ്റ്റീം സ്റ്റെറിലൈസറുകളായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് അല്ലെ? അവിടെ ഉയർന്ന താപനിലയിലുള്ള നീരാവി മർദ്ദമൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാണ് അല്ലെ? നശിപ്പിച്ച് നമ്മൾ കളയുകയാണ്. ഓക്കെ, അടുത്തതാണ് ഇൻക്യുബേറ്റർ.
അടുത്തത് എന്താണ്? ഇൻക്യുബേറ്റർ. എന്താണ് ഇൻക്യുബേറ്റർ? ഇൻക്യുബേറ്റർ പലതരം ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഇൻഫന്റ് ഇൻക്യുബേറ്റർ ആണ് കേട്ടോ. നമുക്ക് ചിത്രം കണ്ടല്ലോ, നിവാവ അവിടെ കിടന്ന് നടക്കുന്നുണ്ട്. അപ്പൊ നോക്കാം കേട്ടോ. An infant incubator is a small equipment commonly used in pediatric hospitals, birthing centers and neonatal intensive care units. അതായത് സാധാരണയായിട്ട് എന്താണ് ഒരു ഇൻഫന്റ് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിശുരോഗ ആശുപത്രികൾ, അതുപോലെ തന്നെ ബർത്തിങ് സെന്റേഴ്സ് അല്ലെ, ജനന കേന്ദ്രങ്ങള്, അതുപോലെ നിയോനാറ്റൽ ഇന്റൻസീവ് അല്ലെ, ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ആണ് എന്ത്? ഇൻഫന്റ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. Possibly the most apparent function of an infant incubator is to safeguard infants during the earliest stage of life. ഈ ഒരു ഇൻഫാന്റ് ഇൻക്യുബേറ്ററിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങളുടെ അവരുടെ ആ ഒരു ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിൽ, അവരുടെ ആദ്യ കാലത്ത്, അല്ലെങ്കിൽ അവർ ജനിച്ചു വീഴുന്ന ഒരു സമയത്ത് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യുക, അവരെ സേഫ് ഗാർഡ് ചെയ്യുക അല്ലെ, അവരെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇൻഫാന്റ് ഇൻക്യുബേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്കറിയാവുന്നതാണ് അല്ലെ ഇൻഫാന്റ് ഇൻക്യുബേറ്റർ. അടുത്തതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. എന്താണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ? എന്താണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ? നമുക്ക് എന്തായിരിക്കും നോക്കാം. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ particularly designed to meet the required temperature demands for safe vaccine storage. അതായത് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ വാക്സിനുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു താപനില അല്ലെ, അതിനാവശ്യമായിട്ടുള്ള താപനില മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. നമ്മൾ മറ്റേ ഫാർമസി ഒക്കെ പഠിച്ചില്ലേ, അപ്പൊ നമ്മൾ അതിനകത്ത് പഠിച്ചില്ലേ ചില ആന്റിബയോട്ടിക്സ്, ചില ഹോർമോണുകളുടെ സെറംസ്, ഇതൊക്കെ വിറ്റമിനുകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതിന്റെ റെഫ്രിജറേറ്റർ കോൾഡ് സ്റ്റോറേജ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും സുരക്ഷിതമായിട്ട് വാക്സിനുകൾ സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു താപനില നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. നമുക്ക് അറിയാവുന്നതാണ്. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 degree Fahrenheit to 46 degree Fahrenheit, these medical refrigerators will securely store a wide range, that means wide range of medicines. അതായത് ഏകദേശം ഒരു 35 ഡിഗ്രി ഫാരൻഹീറ്റ് തൊട്ട് 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ താപനില മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ ഒരു താപനിലയിൽ, ആ ഒരു താപനില പരിധിയിൽ റെഫ്രിജറേറ്ററുകൾക്ക് എന്താണ് ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസുകൾ വളരെ സെക്യൂർഡ് ആയിട്ട്, വളരെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ സെൽഷ്യസിലല്ല കേട്ടോ ടെമ്പറേച്ചർ പറഞ്ഞിരിക്കുന്നത്, ഫാരൻഹീറ്റിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഫാരൻഹീറ്റിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46. ശരിക്കും സെൽഷ്യസിലോട്ട് ആക്കുമ്പോൾ വളരെ ചെറിയ എന്താ പറയാ ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ. അതായത് ശരിക്കും നമ്മുടെ സെൽഷ്യസ് ഇതിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ഈ ഫാരൻഹീറ്റിൽ നിന്ന് ഒരു 32 മൈനസ് ചെയ്താൽ മതി. 32 മൈനസ് ചെയ്തിട്ട് 5/9 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു സെൽഷ്യസ് സ്കെയിലുള്ള അതിന്റെ റേറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 35 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കറസ്പോണ്ടിങ് ഡിഗ്രി സെൽഷ്യസ് ഏകദേശം ഒരു 1 something അത്ര ഡിഗ്രി വരുള്ളൂ. വെച്ചാൽ വളരെ കുറഞ്ഞ താപനിലയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പം അത്രയും കുറവ് താപനിലയാണ്. അപ്പം ഏകദേശം ആ ഒരു താപനില കീപ്പ് ചെയ്തുകൊണ്ട് ഒരു വൈഡ് റേഞ്ച് ഓഫ് മെഡിസിൻസുകളെ വളരെ സുരക്ഷിതമായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ മെഡിക്കൽ റെഫ്രിജറേറ്റർ. അടുത്തത് വോക്കർ. വോക്കർ അതായത് കണ്ടിട്ടുണ്ടാവും അല്ലെ, സംഭവം കണ്ടിട്ടില്ല എല്ലാവരും. വോക്കർ എന്താണത്? വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം. അത് തന്നെ കാലൊടിയുന്നവരൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. വോക്കർ. വോക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം ഈസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് പീപ്പിൾ നാക്ക് കേട്ടോ. ഇവിടെ ഒരു വേറൊരു സാധനം കയറി വന്നിട്ടുണ്ട്, അത് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. അങ്ങനെ വായിക്കും നിങ്ങള്. A walker or walking frame is an instrument for elderly and disabled people. കേട്ടോ അങ്ങനെ വായിക്കാം കേട്ടോ. ഫോർ ഡിസേബിൾഡ് elderly കയറി വന്നേക്കുന്നത് അത് വെട്ടിക്കളഞ്ഞേക്ക് കേട്ടോ. എന്നിട്ട് വായിക്കാം. elderly and disabled people who require extra support to maintain balance or stability while they walk.
അറിയാലോ. അതായത് ഈ പ്രായമേറിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നടക്കാൻ വൈകല്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ അവർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെ, അവർക്ക് അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടൊരു സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വോക്കർ എന്ന് പറയുന്നത്. നേരത്തെ രമ്യ പറഞ്ഞ പോലെ കാലോടി, അതായത് അവർക്ക് ഫ്രീയായിട്ട് നടക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ അവരെ ഒരു സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നത് അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് എന്ത്, ട്രക്കിയോസ്റ്റമി. എന്താണ് ട്രക്കിയോസ്റ്റമി? എന്താണ് ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദ സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് an incision on the anterior aspect of the neck and opening a direct airway through an incision in the trachea. ട്രക്കിയ നമ്മുടെ നെഞ്ച് പൈപ്പ് അല്ലെ, നമ്മുടെ ശ്വാസനാളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാ ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാൽ അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ് കേട്ടോ. സർജിക്കൽ പ്രൊസീജിയർ ആണ്, ഒരു ശസ്ത്രക്രിയ ാണത്, പ്രൊസീജിയർ ആണ്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, കഴുത്തിന്റെ മുകൾ ഭാഗത്ത് അല്ലെ, കഴുത്തിന്റെ മുകൾ എന്ന് വെച്ചാൽ കഴുത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, മുകൾ ഭാഗം മുൻഭാഗമാണ് കേട്ടോ, മുൻഭാഗത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ഇൻസിഷൻ ഇടാണ് അല്ലെ, ഒരു ചെറിയ ഇൻസിഷൻ ഇട്ടുകൊണ്ട് ആ ഒരു ഇൻസിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ശ്വാസനാളം ആ ഒരു മുറിവ് ഉണ്ടാക്കുകയാണ് അല്ലെ. കഴുത്തിന്റെ മുൻഭാഗത്ത് നമ്മൾ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ശ്വാസനാളത്തിന്റെ മുറിവിലൂടെ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു എയർവേ നമ്മൾ ഓപ്പൺ ചെയ്യാണ്, ശ്വാസനാളം ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദ സർജിക്കൽ പ്രൊസീജിയർ കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ആൻ ഇൻസിഷൻ ഓൺ ദ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ നെക്ക്. നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഒരു മുറിവ് ഉണ്ടാക്കുന്നത്, ഒരു ഇൻസിഷൻ ഉണ്ടാക്കുകയാണ്. കണ്ടോ, ചിത്രത്തിൽ കണ്ടോ, ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ട് ആൻഡ് ഓപ്പണിംഗ് ആൻഡ് ഡയറക്റ്റ് എയർവേ ത്രൂ ആൻ ഇൻസിഷൻ. ഈ മുറിവിലൂടെ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, ആ എയർവേ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ആ ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ക്രച്ചസ് കേട്ടോ. കുറച്ചും കൂടെ ഉള്ളത് പറഞ്ഞു തീർക്കാവുന്ന കേട്ടോ. ക്രച്ചസ് കണ്ടിട്ടില്ലേ? ക്രച്ചസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. പല ആളുകളും സപ്പോർട്ട്, ഇതുപോലെ തന്നെ ഒരു വാക്കിംഗ് എയ്ഡ് ആണ്. നമ്മൾ നേരത്തെ ഒരു വാക്കർ പഠിച്ചില്ല, അതുപോലെ തന്നെയുള്ളൊരു വാക്കിംഗ് എയ്ഡ് ആണ് കേട്ടോ. അത് നമുക്ക് നോക്കാം. ക്രച്ചസ് ആർ എ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ് that help to enhance the size of an individual's base of support. അതായത് ആളുകൾക്ക് ഒരു ബേസ് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അല്ലെ, ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവര് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രച്ചസ് അല്ലെ. ക്രച്ചസ് എന്ന് പറയുന്നത് they carry the weight from the legs to the upper body and are many a time used by people who are unable to their legs to support their weight. ബ്രാക്കറ്റിൽ ഫ്രം ഷോർട്ട് ടേം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. അതായത് നമ്മൾ ഈ ക്രച്ചസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലെഗ്സിൽ നിന്നും, നമ്മുടെ കാലുകളിൽ നിന്നും നമ്മുടെ അപ്പർ ബോഡി വരെ, നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം വരെയുള്ള ഭാരം അത് വഹിക്കുന്നുണ്ട്. ക്രച്ചസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലുമ്പം തൊട്ട് നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം വരെയുള്ള ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ആ ഒരു ഭാരം അത് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവരുടെ കാലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശരീരഭാരം മൊത്തം താങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ കാലിന് വണ്ണം കുറവും ശരീരത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ കാലുകൾക്ക് പൊതുവെ വണ്ണം കുറവാണെങ്കിൽ അവരുടെ കാലുകൾക്ക് ആ ശരീരഭാരം എന്ത് ചെയ്യാൻ പറ്റില്ല, താങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. ഫ്രം ഷോർട്ട് ടൈം ഇഞ്ചുറീസ് ടു ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്. ചിലപ്പോ ഷോർട്ട് ടൈം ഇഞ്ചുറി, ചിലവർക്ക് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് ഒരു ഷോർട്ട് ടൈം ഇഞ്ചുറി തൊട്ട് ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ്, അതായത് കൂടുതൽ ഈ പറയുന്ന നടക്കാൻ വൈകല്യമൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ, ലോങ് ലാസ്റ്റിംഗ് ഡിസേബിലിറ്റീസ് ഉള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ക്രച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ക്രച്ചസ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ക്രച്ചസ് ആർ ഓഫ് 3 ടൈപ്സ്. ക്രച്ചസ് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. ആക്സില ക്രച്ചസ്, എൽബോ ക്രച്ചസ്, ഗട്ടർ ക്രച്ചസ്. ചിത്രം നോക്കിക്കേ. ആക്സിലറി ക്രച്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരിക്കും പറഞ്ഞ അണ്ടറാം അവിടെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് ആക്സിലറി ക്രച്ച് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ആംപിറ്റിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കിംഗ് എയ്ഡാണിത്. എൽബോ ക്രച്ച് എന്ന് പറയുമ്പോൾ എൽബോ നമ്മുടെ ഇവിടെ അല്ലാതെ നമ്മുടെ എന്താ പറയുക കൈമുട്ട്. ഓക്കെ, കൈമുട്ട് അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അപ്പൊ കൈമുട്ടിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെയാണ് ഫിറ്റ് ചെയ്യുന്നത് അല്ലെ. എൽബോ ക്രച്ച് അതാണ്. ഓക്കെ, പിന്നെ ഗട്ടർ ക്രച്ചിന്റെ ചിത്രമാണ്. അതിന്റെ ഒരു വളഞ്ഞൊരു ഷേപ്പാണ്, ഒരു കോണിന്റെ ഷേപ്പിൽ നമുക്ക് ഒരു വളഞ്ഞൊരിതാണ്. ഇതുപോലെ തന്നെ ആമിന്റെ ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. ആ ഭാഗത്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്കിംഗ് എയ്ഡാണ് ഗട്ടർ ക്രച്ച്.
ക്രച്ചസ് എന്താണെന്ന് വെച്ചാൽ 3 ടൈപ്പ് ഉണ്ട്. ആക്സിലറി ക്രച്ചസ് ഉണ്ട്, എൽബോ ക്രച്ച് ഉണ്ട്, ഗട്ടർ ക്രച്ച് ഉണ്ട്. അടുത്തത് കേട്ടോ, കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഡിയാക് മോണിറ്റർ ഈസ് ശരിക്കും പറഞ്ഞ ECG പോലത്തെ തന്നെ സംഭവമാണ് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഉണ്ടല്ലോ അത് തന്നെയാണ്. പക്ഷെ ECG എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-15 സെക്കൻഡുകളോളം മാത്രമാണല്ലോ അവിടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ റിയൽ ടൈം ആയിട്ട് അപ്പം തന്നെ റിയൽ ടൈം ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ കാർഡിയാക് മോണിറ്റർ. സംഭവം ECG പോലെ തന്നെയാണ് കേട്ടോ. The cardiac monitor is an equipment that exhibits the electrical and pressure waveforms of the cardiovascular system for the measurement and treatment. അതായത് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു ഇലക്ട്രിക്കൽ ഫങ്ഷൻസും അതുപോലെ അതിന്റെ എന്താ പറയാ പ്രഷർ ആക്ടിവിറ്റീസുകളൊക്കെ എന്താണ് എക്സിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, അത് അളക്കുന്നതും അതിനെ മെഷർ ചെയ്യാനും ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് ECG പോലെ തന്നെയാണ് കേട്ടോ കാർഡിയാക് മോണിറ്റർ. ECG എന്ന് പറയുമ്പോൾ ഒരു 10 to 15 സെക്കൻഡ്സുകളാണ്, അത്രയും സമയത്തുള്ള ലീഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ ഒരു റിയൽ ടൈം കണ്ടിന്യൂസ് മോണിറ്ററിങ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കേട്ടല്ലോ പറഞ്ഞത് അതാണ് കേട്ടോ. നോക്കുക പാരാമീറ്റേഴ്സ്. അപ്പൊ ഹോൾട്ടർ മോണിറ്റർ ആയിട്ട് മാറിപ്പോകരുത് കേട്ടോ. ഹോൾട്ടർ മോണിറ്റേഴ്സ് എന്നൊരു സംഭവം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിങ്ങനെ 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ തുടർച്ചയായിട്ട് അത് റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ അതല്ല, ലൈവായിട്ട് തന്നെ റിയൽ ടൈം കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ഹാർട്ടിന്റെ പ്രവർത്തനം കേട്ടോ. അത് അളക്കാനും ചികിത്സിക്കാനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണത്. പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫംഗ്ഷൻ ക്യാൻ ആൾസോ ബി കാൽക്കുലേറ്റഡ്. അതായത് നമ്മുടെ ശ്വസന പ്രവർത്തനത്തിന്റെ പാരാമീറ്ററുകളും ഇത് ഉപയോഗിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ എമർജൻസി റൂംസ് ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് to observe the post-operative patients with the critical electrolyte imbalances and other unstable patients. പ്രധാനമായിട്ട് ശസ്ത്രക്രിയാനന്തര രോഗികൾ, ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷമുള്ള രോഗികള്, അതുപോലെ തന്നെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള രോഗികള്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉള്ള രോഗികൾ. ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഗുരുതരമായിട്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസസ് ഉള്ള രോഗികള്, അതുപോലെ മറ്റ് അൺസ്റ്റേബിൾ പേഷ്യൻസ് അല്ലെ, അവരെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാനായിട്ട് എമർജൻസി റൂമിലും ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെ ഈ ഒരു കാർഡിയാക് മോണിറ്റർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത് കാർഡിയാക് മോണിറ്റർ എന്താണെന്നുള്ളത്? അടുത്തതാണ് ട്രാക്ഷൻ. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ജസ്റ്റ് പറയാം കേട്ടോ. ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസംസ് ടു സ്ട്രെയിറ്റൻ ബ്രോക്കൺ ബോൺസ് ഓർ റിലീവ് പ്രഷർ ഓൺ ദ സ്പൈൻ ആൻഡ് ബോൺസ്. നമ്മുടെ എല്ലുകള്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ബോൺസ്, നട്ടെല്ലിനും എല്ലിനൊക്കെ വരുന്ന പൊട്ടിയ ബോൺസുകൾ അല്ലെ, പൊട്ടിയിട്ടുള്ള എല്ലുകള്, അതിനെയൊക്കെ നിവർത്താനായിട്ട് സ്ട്രെയിറ്റൻ നേരെയാക്കാനും, അതുപോലെ സ്പൈൻ ബോൺസിന്റെ ഒക്കെ ആ ഒരു പ്രഷർ, അതിൽ അനുഭവപ്പെടുന്ന ആ ഒരു പ്രഷർ ഒഴിവാക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് മെക്കാനിസംസ് ആണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം വലിച്ചു നീട്ടുക, വലിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ. ഒരു ബലം പ്രയോഗിച്ച് നമ്മളിങ്ങനെ വലിക്കുക, സ്ട്രെയിറ്റൻ ചെയ്യുക എന്നുള്ളൊരു അർത്ഥമാണ്. പ്രധാനമായിട്ടും പൊട്ടിയ എല്ലുകള്, അതുപോലെ തന്നെ ബോൺസിനും സ്പൈൻസിനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറൊക്കെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദീസ് ആർ മെയിൻലി 2 ടൈപ്സ് ഓഫ് ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലറ്റൽ ട്രാക്ഷൻ ഉണ്ട് കേട്ടോ. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് സ്കിന്നിലേക്കാണ് അവിടെ ട്രാക്ഷൻ, ആ ഒരു ട്രാക്ഷണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നേരിട്ട് സ്കിന്നിലോട്ടാണ്. ഓക്കെ. ഇനി സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിലോട്ട്, അത് നമ്മൾ സ്ക്രൂവോ പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് അതിനെ നേരെയാക്കും. സ്കെൽറ്റൽ സിസ്റ്റത്തിലോട്ടാണ് ട്രാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെയാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. സ്കിന്നിലാവുമ്പോൾ നമ്മൾ വല്ല ടേപ്പോ സ്ട്രാപ്പുകളോ പാഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ട്രാക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് സ്കെൽറ്റൽ സിസ്റ്റത്തിലേക്ക് ഈ പിന്നുകൾ, സ്ക്രൂകളൊക്കെ ഘടിപ്പിച്ചിട്ടാണ് ട്രാക്ഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുക കേട്ടോ. ദേ ആർ യൂട്ടിലൈസ്ഡ് ഇൻ ഓർത്തോപീഡിക് മെഡിസിൻ. അത് പ്രധാനമായിട്ട് ഓർത്തോപീഡിക് മെഡിസിൻ, അതായത് ഓർത്തോ വിഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് കൂടുതലായിട്ട് ഇത് പ്രയോജനപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതന്നെ, അതാണ് ലിറ്റി പറഞ്ഞത്. ബോൺസിൽ സ്കെൽറ്റലാവുമ്പോൾ നേരിട്ട് അതിൽ നമ്മൾ സ്ക്രൂകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പിൻസുകളൊക്കെ സ്ക്രൂ ചെയ്തിട്ടായിരിക്കും അത് റെഡിയാക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കാണ്.
നെക്സ്റ്റ് ക്ലാസ്സിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആയിരിക്കും കേട്ടോ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ മൺഡേയില് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആയിരിക്കും കേട്ടോ എടുക്കാം. ഓക്കെ, ക്ലാസ് അവസാനിപ്പിക്കട്ടെ അങ്ങനെയാണെങ്കിൽ. ശരി, ഓക്കെ, താങ്ക് യു.